ഒരു കെട്ട കുടിലിൽ ഇരുളുകൾക്കുള്ളിൽ പിടയുന്നു ദിനം പറ്റും കോലങ്ങൾ ജന്മങ്ങൾ. കീറത്തുണി പിഴിഞ്ഞീറൻ മറയ്ക്കുവാൻ കാലം കരുതാത്ത നീരറ്റ ദേഹങ്ങൾ. അസ്ഥി തെളിഞ്ഞുന്തിയക്കം പോലായി നീറി ദീനത പോറ്റും നാടിഞ്ഞരമ്പുകൾ. കണ്ണീർ തിളയ്ക്കുന്ന മൺകലം തന്നിലും അന്നത്തിനംശം അകലെ മണക്കുവോ. കഞ്ഞിക്കു പിഞ്ഞാണപാത്രം നീട്ടിയ കുഞ്ഞിനു മുന്നിൽ ചത്തു മലച്ചവർ. എങ്ങും തണൽ തണുവേൽക്കാത്ത പാടത്ത് ചൂടേറ്റു വീണു പിടഞ്ഞു മരിച്ചവർ. പേരും പെരുമയും താനകം ഭാവവും വേരറ്റു കൊന്ന നാടിഞ്ഞരമ്പുകൾ. അരൂർ MLA ദലീമ ജോജോ ചൊല്ലിയ കവിതയാണ് പ്രേക്ഷകർ കേട്ടത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു. സംസാര മധ്യയാണ് അരൂർ MLA കവിത ചൊല്ലുന്നത്. ഈ ഒരു കവിത മാത്രമല്ല, സംസാര മധ്യ ചൊല്ലുന്ന മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിയും മുൻപുണ്ടായിരുന്ന കാര്യത്തെക്കുറിച്ചും കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തുണ്ടായിരുന്ന കാര്യത്തെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിയും കവിതകൾ ചൊല്ലിയുമാണ് ദലീമ ജോജോ സംസാരിച്ചത്. ദലീമ ജോജോയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. രണ്ടാം പിണറായി സർക്കാർ നാടിൻ്റെ സർവ്വതോന്മുഖമായ വളർച്ച ഉറപ്പാക്കിക്കൊണ്ടുള്ള വികസനക്ഷേമ പദ്ധതികളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായ സാമ്പത്തിക ആസൂത്രണത്തിലൂടെയും ജനകീയ നയങ്ങളിലൂടെയും നമുക്ക് വന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള അടിയുറച്ച വിശ്വാസം ജനങ്ങൾക്ക് പകർന്നു നൽകിക്കൊണ്ടാണ് ഭരണം മുന്നോട്ട് പോയത്. 1970 തുറക്കാത്ത വാതിൽ എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ മാഷിൻ്റെ രചനയിൽ കെ രാഘവൻ മാഷ ഈണം നൽകി യേശുദാസ് സാർ പാടിയ ഒരു മനോഹര ഗാനമുണ്ട് സർ. അതെങ്ങനെയാണ്? നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണ കിളി കൂടുപോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട്. ഇതാണ് പാട്ട്. പക്ഷേ ഇന്ന് പാട്ടിലെ ഇത് അന്നത്തെ അവസ്ഥ കാണിച്ചുകൊണ്ട് ഈ ഭാസ്കരൻ മാഷ് രചിച്ചതാണ്. പക്ഷേ ഇന്ന് ആ പാട്ടിൻ്റെ പ്രസക്തി ഒരുപക്ഷെ അപ്രസക്തമാകുന്ന വിധത്തിലാണ് നമ്മുടെ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടിയുറച്ച ഭംഗിയുള്ള വീടുകളും ഇച്ഛാശക്തിയോടെ അടിത്തറയിൽ തല ഉയർത്തി നിൽക്കുന്നത് ഇന്ന് അഭിമാനകരമായ കാഴ്ച തന്നെയല്ലേ സർ? 4.25 ലക്ഷം വീടുകളാണ് ഈ ഭരണകാലയളവിൽ സർക്കാർ പൂർത്തീകരിച്ച് നൽകിയത്. 1,13,000 വീടുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 3 വർഷം കൊണ്ട് 1,80,887 കുടുംബങ്ങൾക്ക് പട്ടയം നൽകി കിടപ്പാടത്തിൻ്റെ ഉടമകളാക്കി പിണറായി സർക്കാർ 1,90,000 പേർക്ക് കൂടി പട്ടയം നൽകുവാനുള്ള നടപടിക്രമങ്ങൾ ത്വരിതഗതിയിൽ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭൂരഹിതരല്ലാത്ത, ഭവനരഹിതരല്ലാത്ത കേരളം എന്ന സ്വപ്നം തുല്യമായ നേട്ടത്തിൻ്റെ നെറുകയിലേക്ക് ഈ കൊച്ചു കേരളം കയറുകയാണ്. എൻ്റെ ചെറുപ്രായത്തിൽ എനിക്ക് ചുറ്റിനും ജീവിച്ച കുറേയേറെ പാവപ്പെട്ട ഗ്രാമീണവാസികളുടെ ജീവിത ദുഃഖങ്ങൾ കണ്ട് ഞാൻ അന്ന് എഴുതിയ ഒരു കവിതയുണ്ട് സാർ, അതൊന്ന് കേൾക്കണം. ഒരു കെട്ട കുടിലിൽ ഇരുളുകൾക്കുള്ളിൽ പിടയുന്നു ദിനം പറ്റും കോലങ്ങൾ ജന്മങ്ങൾ. കീറത്തുണി പിഴിഞ്ഞീറൻ മറയ്ക്കുവാൻ കാലം കരുതാത്ത നീരറ്റ ദേഹങ്ങൾ. അസ്ഥി തെളിഞ്ഞുന്തിയക്കം പോലായി നീറി ദീനത പോറ്റും നാടിഞ്ഞരമ്പുകൾ. കണ്ണീർ തിളയ്ക്കുന്ന മൺകലം തന്നിലും അന്നത്തിനംശം അകലെ മണക്കുവോ. കഞ്ഞിക്കു പിഞ്ഞാണപാത്രം നീട്ടിയ കുഞ്ഞിനു മുന്നിൽ ചത്തു മലച്ചവർ. എങ്ങും തണൽ തണുവേൽക്കാത്ത പാടത്ത് ചൂടേറ്റു വീണു പിടഞ്ഞു മരിച്ചവർ. പേരും പെരുമയും
താനകം ഭാവവും വേരറ്റു കൊന്ന് നാടിൻ ഞരമ്പുകൾ. ഇങ്ങനെ എൻ്റെ കവിതകൾ ഇങ്ങനെ പോകുന്നു സർ. ഇത് സത്യമായിരുന്നു. കാരണം ഇങ്ങനെയുള്ള മനുഷ്യർക്ക് ഒരു പറമ്പും വീടും സ്വപ്നം കാണുവാൻ പഠിപ്പിച്ചത് ഇടതുപക്ഷ സർക്കാരായിരുന്നു എന്നുള്ള സത്യം തന്നെയാണ്. ഇന്നവർക്ക് സ്ഥലവും വീടുമുണ്ട് എന്നുള്ള സത്യത്തിനെതിരെ ഈ പ്രതിപക്ഷവും BJPയും കണ്ണടക്കിയല്ലേ സർ? നിഷ്കളങ്കരായ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കേണ്ടത് BJPയുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഗതികേടുമല്ലേ എന്ന് ഞാൻ ഓർക്കാതെയില്ല. MSME വ്യവസായങ്ങൾക്ക് 5 വർഷത്തേക്ക് വൈദ്യുതി നികുതിയില്ല. സ്ത്രീകൾ, പട്ടികജാതി പട്ടികവർഗ സംരംഭകർക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടിയിലും രജിസ്ട്രേഷൻ ചാർജിലും ഇളവ്. വലിയ വ്യവസായങ്ങൾക്ക് 10 കോടി രൂപ വരെ സബ്സിഡി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കൽ തുടങ്ങി ഒട്ടനവധി പദ്ധതികളാണ് കേരള വ്യവസായ പുരോഗതിക്ക് വേണ്ടി സർക്കാർ നടപ്പിലാക്കുന്നത്. അതിനുദാഹരണമാണ് എൻ്റെ തന്നെ മണ്ഡലത്തിൽ മെഗാ ഫുഡ് പാർക്ക്, ഇൻഫോ പാർക്ക്, അരൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നിവിടങ്ങളിൽ 100 കണക്കിന് പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കുകയും 1000കണക്കിന് ആളുകൾക്ക് തൊഴിൽ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. എത്രയോ കുടുംബങ്ങൾ പട്ടിണിയില്ലാതെ ഇന്ന് പോകുന്നുണ്ട് സാർ. അതുതന്നെയല്ല, എനിക്ക് ബഹുമാനപ്പെട്ട റിയാസ് മിനിസ്റ്ററിനെ എപ്പോഴും എത്ര കണ്ട് പുകഴ്ത്തിയാലും മതി വരത്തില്ല. കാരണം അത്രയും BNBC ലെവലിലുള്ള റോഡുകൾ അദ്ദേഹം നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എത്ര പാലങ്ങൾ, 100 കോടി വീതമുള്ള 3-4 പാലങ്ങൾ ഇപ്പോൾ ഈ ജനുവരി ഫെബ്രുവരി ഉദ്ഘാടനം ചെയ്യാൻ നിലകൊള്ളുകയാണ്. അത് തന്നെയല്ല, എത്ര സ്കൂൾ കെട്ടിടങ്ങൾ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി മിനിസ്റ്ററിനെ ഞാൻ എന്നും ആദരിക്കുകയാണ്. കാരണം അത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും ഈ പ്രതിപക്ഷം BJPയും ഇതിൻ്റെ എതിരെ കണ്ണടയ്ക്കുന്നു എന്നുള്ളത് വളരെ സത്യത്തിന് വിരുദ്ധമായ ഒരു കാര്യമാണ്. അതിൽ ഞാൻ വളരെയധികം വേദനിക്കുന്നുണ്ട്. ഏതായാലും രാജ്യത്തെ ഏറ്റവും മികച്ച തൊഴിൽ സേവന വേതന വ്യവസ്ഥ കേരളത്തിലാണ്. ഗ്രാമീണ തൊഴിൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്നത് നമ്മുടെ നാട്ടിലാണ്. റിസർവ് ബാങ്കിൻ്റെ 2023-24 റിപ്പോർട്ടിൽ ഗ്രാമീണ മേഖലയിൽ തൊഴിലാളിക്ക് ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്നത് കേരളത്തിലാണ് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത് നമ്മുടെ നാടിന് ലഭിക്കുന്ന അംഗീകാരം തന്നെയല്ലേ സാർ? ഒരു നാടൊന്നാകെ ഒലിച്ചുപോയ മുണ്ടക്കൈ പ്രകൃതി ദുരന്തത്തിൽ രക്ഷാപ്രവർത്തന രംഗത്ത് അനുകരണീയമായ പുതുമാതൃക സൃഷ്ടിച്ചാണ് സംസ്ഥാന ഭരണ നേതൃത്വം ഒന്നാകെ പ്രവർത്തിച്ചത്. ദുരിതബാധിതരെ ചേർത്ത് പിടിച്ച സർക്കാർ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ മാതൃകാപരമായ സംഘടന മികവാണ് പ്രകടിപ്പിച്ചത്. ദുരിതബാധിതർക്കുള്ള മാതൃകാ ടൗൺഷിപ്പ് 1 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കും. ഇതേസമയം ദുരിതമുഖങ്ങളിൽ പോലും രാഷ്ട്രീയ വിവേചനവും വേർതിരിവും കാണിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾക്കെതിരെ കേരളം ഒന്നാകെ പ്രതികരിക്കുന്നതിന് ലോകം സാക്ഷ്യം വഹിച്ചില്ല സർ. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് കേരളം ഏറെ മുന്നേറുകയാണ്. അന്തർദേശീയ നിലവാരമുള്ള റോഡുകൾ, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ പാലങ്ങൾ എന്നിവ കുറ്റമറ്റ നിലയിലാണ് നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. ദേശീയപാത വികസനത്തിൽ കേരളം കേന്ദ്രത്തിനൊപ്പം നിൽക്കുകയാണ്. കൃത്യമായ കാലയളവിൽ സ്ഥലം ഏറ്റെടുത്ത് നൽകിയും സംസ്ഥാന സാമ്പത്തിക വിഹിതം കൈമാറിയും പൊതുമരാമത്ത് വകുപ്പ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഏറ്റവും മികച്ച റോഡ് ഗതാഗത സൗകര്യങ്ങളുള്ള സംസ്ഥാനങ്ങളുടെ മുൻനിരയിലേക്ക് കേരളവും എത്തുകയല്ലേ സാർ? വേമ്പനാട്ട് കായലും അറബിക്കടലും അതിരിടുന്ന അരൂർ മണ്ഡലത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനൊപ്പമാണ്. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ എൻ്റെ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മണ്ഡലത്തിലെ തീരദേശവാസികളുടെ എക്കാലത്തെയും ദുഃഖമാണ് വെള്ളക്കെട്ട്. അതിന് ശാശ്വതമായ പരിഹാരം എൻ്റെ ഗവൺമെൻറ് കാണുമെന്നുള്ള എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. എൻ്റെ ജനങ്ങളുടെ തീരാ ദുഃഖം ഈ ആർജവമുള്ള, എനിക്ക് അഭിമാനമുള്ള ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കും എന്ന് പൂർണ്ണമായും ഞാൻ എൻ്റെ ജനങ്ങളിൽ വിശ്വസിക്കുന്നു. അരൂരിൻ്റെ വ്യവസായ വളർച്ചയ്ക്കും തീരദേശ കായലോര നിവാസികളുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്യുന്ന ജനകീയ സർക്കാർ എന്നും ജനങ്ങളോടൊപ്പം തന്നെയാണ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തെ ഞാൻ ഒരിക്കൽ കൂടെ പിന്തുണയ്ക്കുന്നു.